നമസ്കാരം. കേരളത്തിലെ മികച്ച നേതാക്കളെ, പക്വതയുള്ള മികച്ച പരിചയമുള്ള നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ടാണ് CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ഗിമ്മിക്കിന് തയ്യാറായിട്ടില്ല. യുവാക്കളെ അല്ലെങ്കിൽ സ്ത്രീകളെ എന്നൊക്കെ പറഞ്ഞ് കൃത്രിമമായ ഒരു പാളി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മൊത്തത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ റിസൾട്ട് എന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ജയസാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗപ്പെടും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ 2019 തെരഞ്ഞെടുപ്പ് റിസൾട്ടിലെ ജയവും ഭൂരിപക്ഷവും ആ മണ്ഡലത്തിലെ CPMൻ്റെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥി നേടിയ വോട്ടിൻ്റെ വിശദാംശവും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 15 മണ്ഡലങ്ങളിലുള്ള പെട്ടെന്നുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളുടെ പേരുകൾ നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ വി ജോയിയാണ് സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത, ആറ്റിങ്ങൽ ഒരു CPMൻ്റെ ഒരു കോട്ട എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കേരളം മുഴുക്കി അടിച്ച കൊടുങ്കാറ്റിൽ നഷ്ടപ്പെട്ട അപ്രതീക്ഷിത മണ്ഡലമായിരുന്നു ആറ്റിങ്ങലിൽ അടൂർ പ്രകാശാണ് കഴിഞ്ഞ തവണ വിജയിച്ച് കയറിയത്. കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശ് MLA ആയിരിക്കെ കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലിൽ വന്ന് മത്സരിക്കുകയും ജയിക്കുകയുമായിരുന്നു. സമ്പത്തിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. ആറ്റിങ്ങലിലെ കഴിഞ്ഞ തവണത്തെ 2019 റിസൾട്ട് ഇങ്ങനെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അടൂർ പ്രകാശ് 3,80,995 വോട്ടാണ് നേടിയത്. സമ്പത്ത് 3,42,748 വോട്ടാണ് നേടിയത്. ഭൂരിപക്ഷം 36,247 മറികടക്കാവുന്ന ഭൂരിപക്ഷമാണ്. വി ജോയിക്കുള്ള പ്രത്യേകത, അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി സമീപകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം വർക്കല ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ അദ്ദേഹത്തിന് പരിചയവൃന്ദവും പ്രവർത്തന പരിചയവുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉപയോഗിച്ച് അടൂർ പ്രകാശിന് ഇത്തവണ മറികടക്കാം എന്നുള്ള പ്രതീക്ഷ CPMനുണ്ട്. അത് സാധിക്കുമോ എന്നുള്ളതിനാണ് നമ്മളിനി കാത്തിരിക്കേണ്ടത്. രണ്ടാമത് കൊല്ലമാണ്. കൊല്ലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊല്ലം M മുകേഷ് മത്സരിക്കുമ്പോൾ എതിരാളി പ്രബലനാണ്, പ്രേമചന്ദ്രനാണ്, NK പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രൻ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ളത് CPMൻ്റെ കഴിഞ്ഞ 2 തവണ അദ്ദേഹം ഇവിടെ നിന്ന് കാലുമാറി UDFലേക്ക് പോയ ഘട്ടം മുതലുള്ള ശ്രമമായിരുന്നു. എന്നാൽ 2 തവണയും അതിന് സാധിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം MA ബേബിയെ വെച്ച് മത്സരിച്ചു, അത് നടന്നില്ല. കഴിഞ്ഞ തവണ KN ബാലഗോപാലിനെ മത്സരിപ്പിച്ചു, എന്നിട്ടും നടന്നില്ല എന്നുള്ളൊരു കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം കൊല്ലത്തുണ്ട്. അതിനെയും മറികടക്കാൻ മുകേഷിന് എന്തുമാത്രം സാധിക്കും എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. മുകേഷ് കൊല്ലത്തെ MLA ആണ് എന്നുള്ള സാധ്യതയും അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെയും ഉപയോഗിക്കുക എന്നുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ കൊല്ലത്തെ റിസൾട്ട്, 2019 കൊല്ലത്തെ റിസൾട്ട് ഇങ്ങനെയാണ്. RSPയുടെ NK പ്രേമേന്ദ്രൻ 4,99,667 വോട്ടാണ് നേടിയത്. KN ബാലഗോപാൽ 3,50,821 വോട്ട് നേടി. ഭൂരിപക്ഷം, NK പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം 1,40,869 ആയിരുന്നു ഭൂരിപക്ഷം. ഭീമമായ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ NK പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നത്. KN ബാലഗോപാലിനെ പോലുള്ള പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥി, അതിനു മുമ്പ് MA ബേബി പോലുള്ള രാഷ്ട്രീയ സ്ഥാനാർത്ഥി. എന്നാൽ ഇന്ന് മുകേഷിനെ പോലൊരാൾക്ക് അതിനെ മറികടക്കാനാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ CPM മറ്റു ചില കണക്കുകൂട്ടലുകളുമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട CPMന് കടന്നു കൂടാൻ കഴിയുന്ന പ്രതീക്ഷ അവർ സൂക്ഷിക്കുന്ന മണ്ഡലമാണ്. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് നാളായി, ഏകദേശം 1 വർഷത്തിൽ താഴെയായിട്ട് തോമസ് ഐസക്ക് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിലെ അടിത്തട്ട് വോട്ടിലേക്ക് ചെന്നെത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളത് യാദൃച്ഛികതയല്ല. അതേസമയം തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യം പത്തനംതിട്ടയെ ഇളക്കി മറിക്കും എന്നുള്ള പ്രതീക്ഷ CPMനും ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല. കഴിഞ്ഞ തവണ ആൻ്റണി കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് ജയിച്ചത് 3,80,927 വോട്ട് നേടിക്കൊണ്ടാണ്. ആൻ്റണി കഴിഞ്ഞ 3 ടേമായി അദ്ദേഹത്തിൻ്റെ തേരോട്ടമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. വീണ ജോർജ് കനത്ത മത്സരം കാഴ്ചവെച്ചതായിരുന്നു കഴിഞ്ഞ തവണത്തെ ശ്രദ്ധേയമായ കാര്യം. 1,00,000-ന് മുകളിലും തൊട്ടുമുള്ള മറ്റ് മണ്ഡലങ്ങളിൽ UDFൻ്റെ ഭൂരിപക്ഷം നിലനിന്നപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം 44,243 കുറക്കാൻ വീണ ജോർജിൻ്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ തോമസ് ഐസക്ക് എന്ന അധികായൻ്റെ സാന്നിധ്യം കൂടിയാവുമ്പോൾ ആൻ്റണിക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുള്ള ഇലക്ഷൻ റിസൾട്ട് CPMും പ്രതീക്ഷിക്കുന്നു എന്ന് വേണം കരുതാൻ. TM തോമസ് ഐസക്കിൻ്റെ വിജയം നമുക്ക് അങ്ങനെ തള്ളി
തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴ ആരിഫ് തന്നെ ഇത്തവണയും മത്സരിക്കുന്നു. കഴിഞ്ഞ കൊടുങ്കാറ്റിനിടയിൽ രക്ഷപ്പെട്ടു പോയ ഒരേ ഒരു മണ്ഡലമാണ് LDFൻ്റെ ഒരു മണ്ഡലം, അതാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാംഗമായി പ്രവർത്തിച്ച പരിചയമുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം അവിടെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ലോക്സഭയിൽ വിജയിച്ച് മുന്നോട്ട് പോയി. 2019 ആ വിജയത്തിന് അടിസ്ഥാനമായ വോട്ടിംഗ് നില ഇങ്ങനെയാണ്. ആരിഫ് നേടിയത് 4,45,981 വോട്ടാണ്. അന്ന് ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു എതിരാളി. ഷാനിമോൾ ഉസ്മാൻ 4,30,496 വോട്ടാണ് നേടിയത്. ആരിഫിൻ്റെ ഭൂരിപക്ഷം 6,065 വോട്ട് മാത്രമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ആരിഫ് നേടിയത്. അതിനെ മറികടക്കാൻ പ്രബലനായൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കഴിയും എന്നുള്ള വിചാരത്തിലാണ് കോൺഗ്രസും UDFും ഉള്ളത്. അതവർ ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. അത്തരത്തിലുള്ളൊരു കടുത്ത മത്സരം ആലപ്പുഴയിൽ കാഴ്ചവെക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ ആരിഫിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ആരിഫിൻ്റെ വിജയം ആശങ്കയിലാവുന്ന സാഹചര്യവും ഉണ്ടാകും. അതേസമയം നിലവിലുള്ള MP എന്നുള്ള നിലയിലുള്ള അഡ്വാൻറ്റേജ് അദ്ദേഹത്തെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷ അവർക്കും CPMനുമുണ്ട്. പിന്നെ അവരുടെ പാർലമെൻ്ററി രംഗത്ത് 2 ടേം, അത് MLA ആണെങ്കിൽ 2 ടേം, MP ആണെങ്കിൽ 2 ടേം എന്നുള്ള ആ മാനദണ്ഡത്തിൽ വരുന്ന ആൾ കൂടി ആയതുകൊണ്ട് ആരിഫിനെ മത്സരിക്കാൻ വീണ്ടും നിർദ്ദേശിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് എറണാകുളമാണ്. എറണാകുളത്തെ ഒരു പ്രത്യേകത, എറണാകുളം CPMനെ സംബന്ധിച്ച് ബാലികേറ മലയാണ്. അത് പിടിച്ചെടുക്കുക എളുപ്പമല്ല. എന്നാൽ ഇത്തവണ എറണാകുളത്ത് അവർ ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് അവിടുത്തെ പ്രാദേശികമായി സ്വാധീനമുള്ള KJ ഷൈനിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ്. 2 വനിതാ സ്ഥാനാർത്ഥികളിൽ രണ്ടാമത്തെ ആളാണ് ഷൈൻ. അവർ പ്രതിപക്ഷ നേതാവിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. പ്രാദേശികമായി സ്വാധീനമുള്ള ആളാണ് എന്നുള്ള സാധ്യത ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, അധ്യാപക സംഘടനാ മേഖലയിൽ പ്രവർത്തിച്ച ആൾ എന്നുള്ള നിലയിൽ നടക്കും എന്നുള്ളതാണ് CPMൻ്റെ പ്രതീക്ഷ. അതൊരു പരീക്ഷണം മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുക പരിശോധിക്കുമ്പോൾ. എറണാകുളത്ത് കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നോക്കിയാൽ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാവും. ഹൈബി ഈഡൻ എറണാകുളത്ത് ഒരു സാമ്രാജ്യമായി കൊണ്ടു നടക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹൈബി ഈഡൻ കഴിഞ്ഞ തവണ 4,91,263 വോട്ടാണ് നേടിയത്. P രാജീവിനോടാണ് എന്ന് നമ്മൾ ഓർക്കണം. P രാജീവ് 3,22,210 വോട്ട് നേടി കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ. P രാജീവ് ഹൈബി ഈഡനോട് തോറ്റതോ 1,69,053 വോട്ടിനാണ്. അപ്പോൾ P രാജീവിനെ പോലെ ഒരു അതികായൻ അവിടെ നേടിയ ആ വമ്പൻ പരാജയത്തിൽ നിന്ന് CPMനെ രക്ഷിക്കാൻ ഷൈനിനെ പോലെ ഒരു പുതുമുഖത്തിനാകുമോ എന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പാണ്, ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ ചാലക്കുടിയാണ്. C രവീന്ദ്രനാഥ് കേരള രാഷ്ട്രീയത്തിലെ അസാധാരണമായ പ്രത്യേകതയുള്ള നേതാക്കളിൽ ഒരാളാണ്. നമുക്ക് K രാധാകൃഷ്ണനെയൊക്കെ മുൻനിർത്തി പറയാവുന്നതുപോലെ തന്നെ ഏറെ ലളിതമായ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവ് എല്ലാം കൊണ്ടും എതിരാളികളുടെ പോലും സ്നേഹം ആർജിച്ചെടുത്ത ഒരു നേതാവാണ് C രവീന്ദ്രനാഥ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം ഇപ്പോൾ പാർലമെൻ്ററി രംഗത്തില്ല, സംഘടനാ പ്രവർത്തനത്തിലാണുള്ളത്. അദ്ദേഹത്തെ ചാലക്കുടി പോലെ മണ്ഡലത്തിൽ പരീക്ഷണാർത്ഥം ഇറക്കുന്നു എന്നുള്ളത് തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. ചാലക്കുടിയിൽ ഇന്നസെൻറ്റിൻ്റെ വിജയം നമുക്ക് ഓർമ്മയുണ്ട്. 2014 ഇന്നസെൻ്റ് അട്ടിമറി വിജയം നേടിയിരുന്നു. അന്ന് പിന്നെ PC ചാക്കോ എന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. തിരിച്ച് 2019 ഇന്നസെൻ്റ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2019 ബെന്നി ബെഹന്നാൻ ആയിരുന്നു UDFൻ്റെ സ്ഥാനാർത്ഥി. ബെന്നി ബെഹന്നാൻ 4,73,444 വോട്ടാണ് ബെന്നി ബെഹന്നാൻ നേടിയത്. ഇന്നസെൻ്റ് 3,41,170 വോട്ടാണ് നേടിയത്. ബെന്നി ബെഹന്നാൻ്റെ ഭൂരിപക്ഷം 1,32,274 വോട്ടായിരുന്നു. ചാലക്കുടിയിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇന്നസെൻ്റ് എന്ന കേരളം ആകെ ഇഷ്ടപ്പെടുന്ന ഒരു താരത്തിൻ്റെ പ്രഭാവത്തിലാണ് 2014 ആ മണ്ഡലം CPM പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതേ ഇന്നസെൻ്റ് അവിടെ പരാജയപ്പെട്ടു. എന്നാൽ ഇന്ന് C രവീന്ദ്രനാഥ് എന്ന അസാധാരണ വ്യക്തിത്വമുള്ള ഒരു ആളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. ഇന്നസെൻറ്റിൻ്റെ കാലത്ത് പ്രവർത്തിച്ച, ആ വിജയത്തിന് അടിസ്ഥാനമായി പ്രവർത്തിച്ച അതിന് സമാനമായ നിലയിലുള്ള ഒരു അന്തർധാര ഒരുപക്ഷെ C രവീന്ദ്രനാഥിൽ പ്രവർത്തിച്ചുകൂടായില്ല. അങ്ങനെ അത് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് കാര്യം. അല്ലെങ്കിൽ ബെന്നി ബെഹന്നാനെ പോലുള്ള ഒരാൾ അവിടെ നേടിയ ആധിപത്യം തകർക്കുക എളുപ്പമല്ല. രവീന്ദ്രനാഥ് ആ ഒരു പ്രതീക്ഷയോടുകൂടി CPM പറഞ്ഞയച്ച് അവിടത്തേക്ക് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം രവീന്ദ്രനാഥിൻ്റെ റിസൾട്ട് എന്താണ് എന്നറിയാം.
ഇനി ഇടുക്കിയാണ്. ഇടുക്കിയും ഈ പറയുന്നത് പോലെ കേരള കോൺഗ്രസ് UDFിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇടുക്കിയും LDFിനെ സംബന്ധിച്ച് ഒരു തരം ബാലികേറ മല എന്ന് പറയാവുന്ന സ്ഥിതിയിലായിരുന്നു. എന്നാൽ അവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളമാകെ അലയടിച്ച ഒരു പ്രതിഷേധ കൊടുങ്കാറ്റിനിടയിൽ ജോയ്സ് ജോർജിനെ പോലെ ഒരാൾ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചരിത്രം ഉണ്ട്. അവിടത്തേക്കാണ് ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ജോയ്സ് ജോർജ് വീണ്ടും പോകുന്നത്. കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ ജോയ്സ് ജോർജിന് തിരിച്ചടി ഏറ്റുവെങ്കിലും വീണ്ടും അത് തിരിച്ചു പിടിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് CPMനെ ജോയ്സ് ജോർജിനെ അവിടത്തേക്ക് വീണ്ടും പറഞ്ഞേക്കാനുള്ള കാരണം. അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി, പ്രതീക്ഷയോടെ പറഞ്ഞേക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഡീൻ കുര്യാക്കോസ് 2019 4,98,493 വോട്ടിനാണ് അവിടെ ഒന്നാമതെത്തിയത്. ജോയ്സ് ജോർജ് 3,27,440 വോട്ട് നേടി. മാർജിൻ ഓഫ് വിക്ടറി 1,71,053 വോട്ടാണ്. അത്രയും വോട്ട് വേണം ഇത്തവണ മറികടക്കാൻ. അത് പൊതുവായ സാഹചര്യത്തിൻ്റെ മാറ്റം കൂടി കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. എന്തായാലും ജോയ്സ് ജോർജിൻ്റെ സാന്നിധ്യം അതിൽ എന്തുമാത്രം സഹായകരമാകും എന്നുകൂടി നമുക്കിനി കാത്തിരുന്ന് കാണണം. പാലക്കാടാണ് അടുത്തത്. വിജയരാഘവനാണ് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഈ മത്സരിക്കുന്ന ആളുകളിൽ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് വിജയരാഘവൻ. വിജയരാഘവൻ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ പാർട്ടിക്ക് അതൊരു വിജയിക്കേണ്ട മണ്ഡലമാണ് എന്ന് തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. കാരണം PB അംഗമാണ്. അങ്ങനെ ഒരു PB അംഗത്തെ മുൻനിർത്തിക്കൊണ്ട് മത്സരിക്കുമ്പം അത് വിജയിക്കണം എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് കാര്യമാണ്. അതിനവർക്ക് സാധിക്കുമോ എന്നുള്ളത് അറിയാൻ നമുക്ക് 2019 ചിത്രം ഒന്ന് നോക്കിയാൽ VK ശ്രീകണ്ഠനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി 2019 മത്സരിച്ചത്. 3,99,274 വോട്ടാണ് അദ്ദേഹം നേടിയത്. MB രാജേഷ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. 3,87,637 വോട്ട് MB രാജേഷ് നേടി എങ്കിലും പരാജയമായിരുന്നു. 11,637 വോട്ടിനാണ് തോറ്റത്. ഒരർത്ഥത്തിൽ അത്ര വലിയ തോൽവിയല്ല. കഴിഞ്ഞ തവണത്തെ തോൽവികളിൽ കുറഞ്ഞ തോൽവികളിൽ ഒന്നാണ്, കുറഞ്ഞ നിലവാരത്തിലുള്ള തോൽവികളിൽ ഒന്നായിരുന്നു MB രാജേഷിൻ്റേത്. 11,637 വോട്ട് മാത്രമാണ് തോൽക്കാനുള്ള ലീഡ് അല്ലെങ്കിൽ ജയിക്കാനുള്ള ശ്രീകണ്ഠൻ്റെ ലീഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രീകണ്ഠനെ ഇത്തവണ തോൽപ്പിക്കാൻ അങ്ങനെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തും, ഒരു പുതുമുഖത്തെ അല്ലെങ്കിൽ യുവാവിനെ നിർത്തും എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും മുതിർന്ന നേതാവിനെ പാലക്കാട്ടേക്ക് CPM ഇടുന്നത്, വിജയരാഘവനെ. പാലക്കാട് കഴിഞ്ഞാൽ ആലത്തൂരാണ്. ആലത്തൂർ K രാധാകൃഷ്ണനാണ് മത്സരിക്കാൻ എത്തുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭയിലും കേരള രാഷ്ട്രീയത്തിലും ഇതുപോലൊരു നേതാവ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഒരു നേതാവ് K രാധാകൃഷ്ണൻ ആലത്തൂരേക്ക് വരികയാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ഒരു അട്ടിമറി വിജയം നേടി UDFനെ സന്തോഷിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. രമ്യ ഹരിദാസ് ലോക്സഭയിലേക്ക് പോയി. ഈ 5 വർഷത്തിനിടയിൽ കനകോലുവിനെ പോലുള്ള PR കമ്പനികളുടെ ആളുകൾ നൽകിയ റിപ്പോർട്ടിൽ പോലും രമ്യ ഹരിദാസിന് വിജയസാധ്യത കുറവാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രമ്യ ഹരിദാസൻ എന്ന നിലവിലെ MPക്കെതിരെ K രാധാകൃഷ്ണനെ പോലെ ഒരാൾ മത്സരിക്കാൻ എത്തുന്നത്. K രാധാകൃഷ്ണന് അവിടെ എന്ത് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. PK ബിജു ആയിരുന്നു സ്ഥാനാർത്ഥി CPMൻ്റെ. രമ്യ ഹരിദാസ് 5,33,815 വോട്ട് നേടി. PK ബിജു 3,74,847 വോട്ടാണ് നേടിയത്. അതായത് 1,58,968 എന്ന ഭീമമായ ലീഡാണ് രമ്യ ഹരിദാസ് അന്ന് സ്വന്തമാക്കിയിരുന്നത്. അത്രയും വലിയ ഭൂരിപക്ഷമാണ്. ആലത്തൂർ പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറിയും എന്ന് പ്രതീക്ഷിക്കാത്തൊരു മണ്ഡലമായിരുന്നു. ആറ്റിങ്ങലും കാസർഗോഡും ഒക്കെ പോലെ CPMൻ്റെ ഒരു കോട്ട എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ അതൊക്കെ കടപൊഴുകിയ കൊടുങ്കാറ്റായിരുന്നു കഴിഞ്ഞ തവണ. അതും PK ബിജു എന്ന അവിടെയുള്ള MP തന്നെയായിരുന്നു. PK ബിജുവിനോടുള്ള എതിർപ്പ് കൂടി ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരത്തിന് സമാനമായ എതിർപ്പ് കൂടി ആ തെരഞ്ഞെടുപ്പിൽ ഘടകമായിട്ടുണ്ടാകാം. ഇത്തവണ K രാധാകൃഷ്ണനെ പോലെ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ CPM ആ സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ആ അർത്ഥത്തിൽ K രാധാകൃഷ്ണൻ്റെ വിജയം ഒരു തരത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അത്ര വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് പകരം അവിടെ വരുമോ എന്ന് മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അതാണ് ആലത്തൂരിലെ കാര്യം. ഇനി പൊന്നാനിയാണ്. പൊന്നാനി ലീഗിൻ്റെ UDFൻ്റെ ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ്. അതൊക്കെ CPMന് ബാലികേറ മലയാണ്. അതുകൊണ്ട് അവിടെ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതിന് ചിലപ്പോഴൊക്കെ ഒരു കൗതുക ഘടകം ഉണ്ടാവാറുണ്ട്. ഇത്തവണ KS ഹംസ എന്ന മുൻ ലീഗുകാരനെയാണ്, അടുത്ത കാലത്ത് ലീഗിൽ നിന്ന് പുറത്തു വന്ന ആളെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. KS ഹംസയ്ക്കൊക്കെ എങ്ങനെ മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. എന്തായാലും ലീഗിന് അത് ഇപ്പോൾ ഈസി വാക്ക് ഓവർ ആകും എന്നുള്ള പ്രതീക്ഷ ഈ തലത്തിൽ എല്ലാ കാലത്തുള്ള പോലെ ഇത്തവണയുണ്ട്. എതിർ
എതിർ സ്ഥാനാർത്ഥി കൂടി വന്നപ്പോൾ മത്സരത്തിനോ മാധ്യമ ശ്രദ്ധയ്ക്കോ ഉള്ള സാധ്യതയും കുറഞ്ഞു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ തവണ PV അൻവറിനെ നിർത്തിക്കൊണ്ടാണ്, ഒരർത്ഥത്തിൽ പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം, MLA ആയിരിക്കുമ്പോഴാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ET മുഹമ്മദ് ബഷീറിന് 5,21,824 വോട്ട് നേടി. PV അൻവർ 3,28,551 വോട്ടും നേടി. ഭൂരിപക്ഷം 1,93,273 കഴിഞ്ഞ തവണത്തെ 2019 ET മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം. KM ഹംസയ്ക്ക് അവിടെ എങ്ങനെയാണ് ഇനി പയറ്റാൻ വഴി തെളിയുക എന്ന് നമുക്ക് നോക്കാം. പിന്നെയുള്ളത് മലപ്പുറമാണ്. മലപ്പുറം V വസീഫാണ്. DYFയുടെ കരുത്തുറ്റ നേതാവിനെയാണ് മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്നത്. മലപ്പുറത്തിൻ്റെ പ്രത്യേകത PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലമായിരുന്നു. എന്നാൽ ഇത്തവണ ഇടയിൽ PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുകയും ലോക്സഭയിൽ നിന്ന് രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്തിരുന്നു. അങ്ങനെ മലപ്പുറത്ത് MP അബ്ദുൾ സമദ് സമദാനി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരുന്നു കഴിഞ്ഞ തവണ. അത് 2021 ഉപതെരഞ്ഞെടുപ്പ്. അന്ന് സമദാനിയോട് മത്സരിച്ചത് VP സാനു ആയിരുന്നു. 5,38,248 വോട്ടാണ് സമദാനി നേടിയത്. സാനു 4,23,633 വോട്ടും. മാർജിൻ ഓഫ് വിക്ടറി 1,14,692 വോട്ടാണ്. അതൊക്കെ കാര്യമായ ഭൂരിപക്ഷമാണ്. ലീഗിനെ സംബന്ധിച്ച് അതൊക്കെ ഭദ്രമായൊരു കോട്ട എന്ന് കരുതുന്നതാണ്. അവിടെയൊക്കെ അട്ടിമറി സംഭവിച്ചാൽ മാത്രമാണ് വിജയിക്കാൻ കഴിയുക. V വസീഫിനെ പോലെ ഒരാൾക്ക് ആ പ്രതീക്ഷ നൽകാൻ കഴിയും. യുവാക്കളുടെ ഇടയിൽ കാര്യമായ സ്വാധീനമുള്ള ഒരാളാണ് വസീഫ്. ആ അർത്ഥത്തിൽ CPM ഒരു നല്ല സ്ഥാനാർത്ഥിയെ മലപ്പുറത്തേക്ക് പറഞ്ഞയച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ കോഴിക്കോടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും വലിയ പരീക്ഷണം നടത്തുന്ന ഒരു മണ്ഡലം കോഴിക്കോടാണ്. കോഴിക്കോട്ടിൻ്റെ സാമുദായിക ഇക്വേഷൻ, അതോടൊപ്പം തന്നെ പ്രാദേശികമായ ബന്ധത്തിൻ്റെ കാര്യം, സംഘാടകൻ എന്നുള്ള നിലയിലുള്ള സ്വാധീനം, ഇതൊക്കെ വെച്ച് എളമരം കരീമിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കാൻ CPM തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ്. അതായത് പൊതുമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ആൾക്കൂട്ട ബോധ്യങ്ങളിലൊന്നും അത്ര ഇമേജ് സൃഷ്ടിക്കപ്പെട്ട ഒരാളല്ല എളമരം കരീം. ചാനലുകളിലായാലും അല്ലെങ്കിൽ പത്രങ്ങളിലായാലും ഒരു വില്ലൻ സ്ഥാനം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. എന്നാൽ എളമരത്തിന് മറ്റ് ചില തരത്തിൽ MK രാഘവനെതിരെ കടുത്ത മത്സരം കാഴ്ചവെക്കാനും വേണ്ടി വന്നാൽ ജയിക്കാനും കെൽപ്പ് ഉള്ള ഒരാളാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലാകെ രാജ്യത്തുള്ള ഒരു ന്യൂനപക്ഷത്തിൻ്റെ അരക്ഷിതാവസ്ഥയുടെ തുടർച്ചയായിട്ടുള്ള വോട്ടിംഗ് സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനനുസരിച്ച് CPMന് അല്ലെങ്കിൽ LDFന് ഒപ്പമുള്ള ഒരു സഞ്ചാരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കേരളത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച കോഴിക്കോട് ആ വോട്ടിങ്ങിൻ്റെ ഒരു പരിച്ഛേദം കാഴ്ചവെക്കാൻ ഇടയുണ്ട്. അതിനനുസരിച്ച് എളമരം കരീമിൻ്റെ സ്ഥാനാർത്ഥിത്വം കോഴിക്കോട് മികച്ചൊരു തീരുമാനമായിട്ട് അത് മാറാനും ഇടയുണ്ട്. നമുക്കറിയില്ല, വോട്ടർമാരുടെ മനസ്സ് നമ്മളെ കയ്യിലില്ല. എങ്കിലും ചില വിലയിരുത്തലുകളാണല്ലോ നമ്മൾ നടത്തുക. എന്തായാലും MK രാഘവനെ പോലെ ജനകീയനായ ഒരാളാണ് എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് ഈസി വാക്ക് ഓവറിന് വഴിവെക്കാൻ ഇടയുള്ള ഒരു കാര്യവുമല്ല. കഴിഞ്ഞ തവണ കോഴിക്കോടിൻ്റെ സ്ഥിതി കൂടി നോക്കിയാൽ നമുക്ക് ഈ കാര്യത്തിൽ വ്യക്തത വരും. കഴിഞ്ഞ തവണ MK രാഘവൻ്റെ തുടർച്ചയായ ജയത്തിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ തവണ 2019 4,93,444 വോട്ടാണ് അദ്ദേഹം നേടിയത്. പ്രദീപ് കുമാർ ആയിരുന്നു മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണ LDF നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ വോട്ട് 4,08,219 ആയിരുന്നു. ഭൂരിപക്ഷം 85,225 വോട്ടായിരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. എളമരം കരീമും മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയും കൂടി വരുമ്പോൾ ഈ റിസൾട്ട് എങ്ങനെ മാറാം, അതിനനുസരിച്ചുള്ള പ്രവർത്തനം CPMന് കാഴ്ചവെക്കാൻ LDFന് കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ്. പിന്നെ കണ്ണൂരിലാണ്. കണ്ണൂരിൽ MV ജയരാജനാണ് സ്ഥാനാർത്ഥി. MV ജയരാജൻ ചിരപരിചിതനായ ഒരാളാണ്. നിരവധി തവണ കണ്ണൂരിൽ നിയമസഭയിലേക്കൊക്കെ കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ള, പാർട്ടിയിൽ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ്. മറ്റൊരു 3 ജില്ലാ സെക്രട്ടറിമാരാണ് ഇത്തവണ മത്സരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആറ്റിങ്ങലിലെ V ജോയ്, കണ്ണൂരിലുള്ള MV ജയരാജൻ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ എന്നിവരാണ്. അതിൽ MV ജയരാജൻ മത്സരിക്കുന്നത് K സുധാകരനോടായിരിക്കും എന്നുള്ളത് കൂടി ആ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി പ്രത്യേകമായി നോട്ട് ചെയ്യപ്പെടും. K സുധാകരൻ കഴിഞ്ഞ തവണ 5,29,741 വോട്ടാണ് നേടിയത്. PK ശ്രീമതി 4,35,182 വോട്ടും നേടി. സുധാകരൻ്റെ ഭൂരിപക്ഷം 94,559 കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളായി മുന്നണി മാറി മാറി വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തവണ അതുകൊണ്ട് തന്നെ ഒരാകാംക്ഷ നമുക്ക് ബാക്കിയാവും. സുധാകരൻ കഴിഞ്ഞ തവണത്തെ സുധാകരനല്ല ഇത്തവണയുള്ളത്. KPCC പ്രസിഡന്റ് ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയിൽ കുറവുണ്ടായ ഒരു കാലമാണ് ഈ കടന്നു പോകുന്നത്. സംഘടനാ രംഗത്തും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിലുമൊക്കെ വ്യത്യാസം വന്നൊരു സുധാകരനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഏതു തരത്തിലാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുക എന്നുള്ളത് MV ജയരാജൻ്റെ പ്രതീക്ഷയുടെ കാതലായി മാറും. പിന്നെ വടകരയാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത വന്ന സ്ഥിതിക്ക് KM മുരളീധരൻ UDFൻ്റെയും LDFൻ്റെ KK ശൈലജയും CPMൻ്റെ സ്ഥാനാർത്ഥിയും ആയിരിക്കുന്നു. വടകര ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് ആളുകളുടെ ശ്രദ്ധ നേടുന്നൊരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു
വന്നതോടുകൂടി കെ ശൈലജയെ പോലെ കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു നേതാവ് അവിടെ മത്സരിക്കുകയാണ്. കെ മുരളീധരനെ പോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച ക്രൗഡ് പുള്ളർ ഇത്തവണയും അവിടെ രംഗത്തിറങ്ങുന്നു. ഒരു തരത്തിലും ആൻറ്റി മുരളീധരൻ വികാരം ഇല്ലാത്ത കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന മുരളിയുടെ പേഴ്സണാലിറ്റിയാണ് വടകരയിലുള്ളത്. അതേപോലെ തന്നെ കെ ശൈലജയും അവിടെ നിൽക്കുന്നു. ശൈലജ ടീച്ചർ എങ്ങനെയാണ് തൻ്റെ പ്രസൻസ് അവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സൈഡിൽ ടി പി ചന്ദ്രശേഖരൻ എഫക്റ്റ്, ഈ മരണാനന്തരവും മരണത്തിന് തൊട്ടു മുമ്പിൽ ആരംഭിച്ച ടി പിയുടെ സ്വാധീനം ഇത്തവണയും എങ്ങനെ പ്രവർത്തിച്ചിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കേസിൽ, വധക്കേസുമായി ബന്ധപ്പെട്ട വിധിയിൽ CPM വീണ്ടും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ തവണ കെ മുരളീധരൻ P ജയരാജനോടാണ് മത്സരിച്ചിരുന്നത്. മുരളീധരൻ 5,26,755 വോട്ടാണ് നേടിയത്. ജയരാജൻ 4,42,092 വോട്ടും നേടി. 84,663 വോട്ടിനാണ് ആ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വിജയിച്ചത്. ഇനി ശൈലജ ടീച്ചർ ആ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരർത്ഥത്തിൽ CPMൻ്റെ കേരളത്തിലെ ഏറ്റവും സേഫായ വോട്ടിങ് അല്ലെങ്കിൽ ആൾക്കാരുടെ പിന്തുണയൊക്കെയുള്ള മണ്ഡലമാണ് വടകര. പക്ഷേ ടി പി ചന്ദ്രശേഖരൻ CPMൽ നിന്ന് പുറത്തു പോയതിന് ശേഷം അത്രയല്ല സേഫേ അല്ല ആ മണ്ഡലം. പിന്നീട് അദ്ദേഹം പുറത്തു പോയത് മാത്രമല്ല, അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ TP എഫക്റ്റ് അല്ലെങ്കിൽ RMP എഫക്റ്റ് ആണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് വിധി നിശ്ചയിക്കുന്നത്. ഇത്തവണ അതൊക്കെ മാറ്റിമറിച്ച് ശൈലജ ടീച്ചറെ പോലുള്ള ഒരാളുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ച് ആ വിധി മാറുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൻ്റെ ആകാംക്ഷ നമുക്ക് ബാക്കിയാവും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ. പിന്നെ കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് പാർലമെൻറ്റ് സീറ്റാണ്. അവിടെ MV ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നത്. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. കാസർഗോഡും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ CPMൻ്റെ LDFൻ്റെ ഒരു സേഫ് കോർണറായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ കൊടുങ്കാറ്റ് കാസർഗോഡ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഉണ്ണിത്താൻ അവിടെ പോയി. ഉണ്ണിത്താൻ അവിടെ എന്ത് പ്രവർത്തനം നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അവിടെ കയറിയിറങ്ങാത്ത ഇടമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. CPMൻ്റെ സംഘടനാ ശേഷിയും MV ബാലകൃഷ്ണൻ്റെ സ്വാധീനവും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണിത്താന് വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ 4,74,961 വോട്ടാണ് നേടിയത്. KP സതീഷ് ചന്ദ്രൻ 4,34,523 വോട്ടും നേടി. ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം 40,438 വോട്ടും ആയിരുന്നു. ഇങ്ങനെ കേരളത്തിലെ 15 മണ്ഡലങ്ങളിലെ പ്രാഥമികമായൊരു പരിശോധനയാണ് നമ്മൾ നടത്തിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ തന്നെ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം അക്രാമകമായ ഒരു സംഘപരിവാർ രാഷ്ട്രീയ ആയുധം പുറത്തെടുത്ത് പ്രവർത്തിച്ച കാലഘട്ടം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു അരക്ഷിത ബോധം തെരഞ്ഞെടുപ്പിൽ ഒരു അന്തർധാരയായി അല്ലെങ്കിൽ ഒരു തരംഗമായി പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് LDFന് അനുകൂലമായി അവർ പരിവർത്തിപ്പിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കും. അതിനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. അതെങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാകും, സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അതെന്തുമാത്രം സ്വാധീനിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. ആ ആകാംക്ഷ ബാക്കി വെച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.